ഹായ്, ഇലയൊക്കെ എടുത്ത് എന്താ ഉണ്ടാക്കാൻ പോകുന്നതല്ലേ? നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ഫുഡാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എന്താണെന്ന് അറിയണ്ടേ? നമ്മളെ വടകരക്കാരുടെ സ്പെഷ്യലായിട്ടുള്ള പുറത്തെ പത്തിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അടിപൊളി ടേസ്റ്റാണ്. കഴിച്ചാൽ പിന്നെയും കഴിക്കണം തോന്നും. അമ്മാതിരി ടേസ്റ്റാണ്. പുറത്തെ പത്തിലുണ്ടാക്കുന്നത് മീൻ വെച്ചിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് മീൻ വെച്ചിട്ട് ഉണ്ടാക്കാം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ചെമ്മീൻ വെച്ചിട്ടാണ്. ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മഞ്ഞൾ, മുളക്, ഉപ്പും കൂട്ടിയിട്ട് നല്ലോണം ചേർത്ത് വെക്കാം. പിന്നെ ആവശ്യമുള്ളത് സവാള, പിന്നെ തേങ്ങ ചിരവിയത്, പച്ചമുളക്, ജീരകം, വലിയ ജീരകമാണ്. പിന്നെ എടുത്തിട്ടുള്ള കുറച്ച് വെളുത്തുള്ളി, കറിവേപ്പില. പിന്നെ അരിയാണ് എടുത്തിട്ടുള്ളത്, അരി അരച്ചത്. ഞാനെടുത്ത നമ്മൾ ചോറൊക്കെ വെക്കുന്നില്ലേ, ആ അരി ഒരു 3-4-5 മണിക്കൂർ ചൂടുവെള്ളത്തിൽ പൊതിർത്തി വെച്ചതിന് ശേഷം അരച്ചെടുത്തിട്ടുള്ള അരിയാണ് ഇത്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. അതിനായി ഗ്യാസ് ഓണാക്കി അതിലേക്ക് നമ്മുടെ പാത്രം എടുത്ത് വെച്ചു. ചൂടായതിന് ശേഷം ഓയിൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ എടുത്തു വെച്ച ചെമ്മീൻ ചെറിയ തീയിലാണ് പൊരിച്ചെടുക്കേണ്ടത്. ചെറിയ തീയിൽ നല്ലോണം വെന്ത് വേണം പൊരിയാൻ. ചെമ്മീൻ ചെറിയ തീയിൽ പൊരിഞ്ഞ് വരട്ടെ. മെല്ലെ ചെറിയ തീയിൽ പൊരിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉള്ളൊക്കെ നല്ലോണം വെന്ത് കിട്ടും. അങ്ങനെ ചെമ്മീൻ പൊരിഞ്ഞ് വരട്ടെ. അപ്പോൾ നമുക്ക് ഒരു മിക്സി എടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച തേങ്ങയില്ലേ, ചിരവിയ തേങ്ങ അതിലേക്ക് ഇടുക. പിന്നെ കുറച്ച് പച്ചമുളക്, എടുത്ത് വെച്ച പച്ചമുളക്, വലിയ ജീരകം, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. എരിവ് കൂടുതൽ വേണ്ടവർക്ക് പച്ചമുളകും മുളക് പൊടിയൊക്കെ കൂടുതലായിട്ട് ഇടാം. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്ന കുറച്ച് വെള്ളമാണ്. കുറച്ച് വെള്ളം കൂടി ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് അരച്ചെടുക്കുക. അരച്ചെടുത്ത കൂട്ട് ഞാൻ ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ചെമ്മീൻ പൊരിഞ്ഞിട്ടുള്ള നല്ല സ്മെല്ല് വരുന്നുണ്ട്. എന്താ പറയുക, ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്മെല്ലാണ് ഈ ചെമ്മീൻ പൊരിഞ്ഞിട്ടുള്ള സ്മെല്ല്. അപ്പോൾ നമ്മൾ ചെമ്മീൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി ഈ എണ്ണയിൽ തന്നെയാണ് നമ്മളെ സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാള ചെറിയ തീയിൽ നമുക്ക് നല്ലോണം വാട്ടിയെടുക്കാം. അപ്പം നമ്മൾ സവാള ചെറിയ തീയിൽ മെല്ലെ വഴറ്റിയെടുക്കാം. ശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച് വെളുത്തുള്ളിയില്ല, കുറച്ച് വെളുത്തുള്ളി മാറ്റി വെച്ചിട്ടില്ല, അതും കൂടി അതിലിട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി വഴറ്റാൻ വെക്കാം. അപ്പോൾ നല്ലോണം വഴറ്റി വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച ആ തേങ്ങാക്കൂട്ടില്ലേ, അതും കൂടി ചേർത്ത് ചെറിയ തീയിൽ ഇത്തിരി ടൈം വെക്കാം. പിന്നെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്യാം. ശേഷം നമ്മൾ പൊരിച്ച് വെച്ച ചെമ്മീനില്ലേ, അതും കൂടി ഇട്ട് കുറച്ച് നേരം ആ ചെറിയ തീ തന്നെ വെക്കുക. പിന്നെ ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ മസാല റെഡിയായേ. പിന്നെ നമ്മൾ കഴുകി വെച്ച എല്ലാം എടുത്ത് അതിലേക്ക് അതിൻ്റെ എല്ലാ ഭാഗത്തും എണ്ണ തടവി കൊടുക്കുക. ശേഷം നമ്മൾ അരച്ച് വെച്ച അരിയില്ലേ, അരിമാവ് ഒരു ബോളാക്കി ഉരുട്ടിയെടുക്കണേ. ഇതേപോലെ ചെയ്ത് ആ ഇലയിൽ വെച്ച് പരത്തിയെടുക്കുക. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ചെമ്മീൻ മസാല അതിൻ്റെ അരിമാവിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തും വെച്ച് കൊടുക്കുക. ശേഷം അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു ഇല കൂടി എടുത്ത് അത് ഇതേപോലെ എണ്ണ തടവി കൊടുക്കുക. അതിലേക്ക് അരിമാവ് എടുത്ത് ഇതേപോലെ വട്ടത്തിൽ പരത്തിയെടുക്കുക. പിന്നെ നമ്മൾ ചെയ്യുന്നത് മസാല വെച്ച് അരിമാവിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് മെല്ലെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് ഇത്. അത് ഇതേപോലെ വെച്ച് കൊടുക്കുക. എൻ്റെ സൈഡൊക്കെ ഒന്ന് അമർത്തി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മെല്ലെ ആ ഇല വലിച്ചെടുക്കുക. ഇനി നമുക്കിത് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ സ്റ്റീമർ വെച്ച് അതിലേക്കിട്ട് ഞാൻ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഉണ്ടാക്കി വെച്ച് പുറത്തെ പത്തിൽ ഇട്ട് കൊടുത്ത് അത് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.